നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മനസ്സ് തൊട്ടറിയുന്ന വിശ്വാസം. കല്യാൺ ജുവലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടകളടച്ച് ഹർത്താൽ ആചരിച്ചു. ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് മാരിയിൽ കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ബസ് ഡ്രൈവറെ നോക്കി പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ണുരുട്ടി കാണിച്ചതിന്റെ പേരിൽ തൊടുപുഴയിൽ മിന്നൽ പണിമുടക്ക്. 10,000-കണക്കിന് യാത്രക്കാർ ബുദ്ധിമുട്ടിയപ്പോഴും പ്രശ്നപരിഹാരത്തെപ്പറ്റി പോലും ആലോചിക്കാതെ ജനപ്രതിനിധികളും അധികൃതരും നിസ്സംഗത പുലർത്തി. പാചകവാതകത്തിനായി ജനങ്ങൾ നെട്ടോട്ടത്തിൽ. അധികൃതർ ഗ്യാസ് ഏജൻസികളുമായി ചർച്ച നടത്തി വഴിപാട് തീർക്കുന്നു. ഗ്യാസ് ഏജൻസികളിൽ സംഘർഷാവസ്ഥ. കാളിയാറിലെ സാമൂഹ്യ വിരുദ്ധ ശല്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒക്ടോബർ 8-ന് കാളിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് ആക്ഷൻ കൗൺസിൽ. തൊടുപുഴ അർബൻ സഹകരണ ബാങ്കിന്റെ 10ാമത് ശാഖ ഒക്ടോബർ 5 മുതൽ പെരുമ്പള്ളിച്ചിറയിൽ പ്രവർത്തനം തുടങ്ങും. ഫ്യൂജി ഗംഗ സൂര്യ ഫെസ്റ്റിവൽ വ്യാഴാഴ്ച ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. അറക്കുളം പുഴയോരം റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തനം തുടങ്ങി. റോഷി അഗസ്റ്റിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം നടപ്പാക്കുന്നതിലെ അപാകതകൾക്കും ചില്ലറ വ്യാപാര മേഖലയിലെ വിദേശ നിക്ഷേപത്തിനുമെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വ്യാപാരികൾ കടയടപ്പ് സമരം നടത്തി. സമരത്തിന്റെ ഭാഗമായി ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ജില്ലാ പ്രസിഡന്റ് മാരിയിൽ കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. അവരാണ് എല്ലാത്തിന്റെയും യജമാനന്മാരെന്ന്. ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, യു ആർ ലയബിൾ ടു അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഭരണഘടനാപരമായി നിങ്ങൾ ജനങ്ങളുടെ സേവകരാണ്. യു ആർ ദ സെർവന്റ് ഓഫ് ദ പീപ്പിൾ, നോട്ട് ദ മാസ്റ്റേഴ്സ് ഓഫ് ദ പീപ്പിൾ. മനസ്സിലാക്കണം. ആ കസേരയിൽ ഇരിക്കാൻ ജോലി ചെയ്താലും ഇല്ലെങ്കിലും ശമ്പളം വാങ്ങാനുള്ള ആ സമ്പത്ത് സമാഹരിച്ചു കൊടുക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. KSYF ജില്ലാ വിളംബര ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. ഒക്ടോബർ 13 മുതൽ കോട്ടയത്ത് നടക്കുന്ന CMP 8ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് വിളംബര ജാഥ നടത്തിയത്. ജാഥ ക്യാപ്റ്റൻ KA കുര്യൻ പ്രസംഗിച്ചു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ചേർക്കണമെന്നാണ് 1986 സഖാവ് MVR ആവശ്യപ്പെട്ടത്. അതെന്താണ് സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു? എന്താണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞത്? MV രാഘവൻ അധികാരമോഹമാണ്, അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നത് എന്നാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറയുന്നത്. സുഹൃത്തുക്കളെ, ഞങ്ങൾ ചോദിക്കട്ടെ, കഴിഞ്ഞ 30 വർഷക്കാലത്തിനിടയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന തൊടുപുഴയിൽ സ്വകാര്യ ബസ് മിന്നൽ പണിമുടക്ക് നടത്തി. ബസ് ഡ്രൈവറായ ഷിനോയ് P മണിയെ പോലീസ് അകാരണമായി മർദ്ദിച്ചുവെന്ന് ആരോപിച്ചാണ് ബസ് തൊഴിലാളികൾ പണിമുടക്കിയത്. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ബസ് തൊഴിലാളികൾ പ്രതിഷേധ മാർച്ച് നടത്തി. BMS ട്രഷറർ സിബി വർഗീസ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
ഇരുചക്ര വാഹനത്തിൽ കുട്ടികളുമായി സഞ്ചരിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ബസ് ഡ്രൈവറുടെ നടപടിയെ ചോദ്യം ചെയ്തതാണ് 10,000-കണക്കിന് യാത്രക്കാരെ വലച്ച തൊടുപുഴയിലെ മിന്നൽ പണിമുടക്കിന് കാരണമെന്ന് പറയപ്പെടുന്നു. ബൈക്കിന് പിന്നിലൂടെ ഹോൺ മുഴക്കി ഭീതിജനകമായ അന്തരീക്ഷമാണത്രേ സ്വകാര്യ ബസ് ഡ്രൈവർ ഉളവാക്കിയത്. ബൈക്കിന് പിന്നിലിരുന്ന കുട്ടികൾ ഭയന്ന് നിലവിളിച്ചതായും കണ്ടുനിന്നവർ പറയുന്നു. ബസ് ഡ്രൈവറുടെ നടപടിയെ ചോദ്യം ചെയ്തതാണ് പിന്നീട് മർദ്ദനമായി ചിത്രീകരിച്ച് പണിമുടക്കിലേക്ക് വഴിയൊരുക്കിയത്. ബസ് ജീവനക്കാരനെ മർദ്ദിച്ചുവെന്നത് അടിസ്ഥാനരഹിതമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ നൂർ സമീർ പറഞ്ഞു. ഇതേസമയം തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ കയ്യേറ്റം ചെയ്തതായാണ് ഡ്രൈവർ ഷിനോയി പറയുന്നത്. മുട്ടം മർച്ചന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച സമാന പദ്ധതിയുടെ മെഗാ നറുക്കെടുപ്പ് നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീല സ്റ്റീഫൻ നറുക്കെടുപ്പ് നിർവഹിച്ചു. മുട്ടം മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 13 തുടക്കം കുറിച്ച വ്യാപാരോത്സവം എന്ന നറുക്കെടുപ്പ് പദ്ധതിക്ക് ഇവിടെ സമാപനം കുറിക്കുകയാണ്. നാട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ ഇവിടെ എത്തുന്നവർക്കൊക്കെ സന്തോഷം കൊടുത്തുകൊണ്ട് ഏതാണ്ട് എല്ലാ ആഴ്ചയിലും മിനി നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു എന്ന്. പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നതിനു വേണ്ടി ജനങ്ങൾ ഗ്യാസ് ഏജൻസിക്ക് മുമ്പിൽ തടിച്ചുകൂടുന്ന കാഴ്ച പതിവായിരിക്കുന്നു. ബുധനാഴ്ച മുതലക്കോടം സാഹിബ് ഗ്യാസ് ഏജൻസിയിലെത്തിയ ഉപഭോക്താക്കൾ പ്രതിഷേധ സൂചകമായി അരമണിക്കൂറോളം ഗതാഗതവും സ്തംഭിപ്പിച്ചു. ഗ്യാസ് വിതരണം സുഗമമാക്കണമെന്ന് ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടു. പോലീസ് എത്തിയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തിയത്. ഗ്യാസ് ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു. ഓരോ ദിവസങ്ങളിലും ഗ്യാസ് ഏജൻസികളിൽ സ്റ്റോക്കുള്ള സിലിണ്ടറുകൾക്ക് ബുക്ക് ചെയ്ത അർഹതയുള്ളവരുടെ മുൻഗണനാ ലിസ്റ്റ് ഗ്യാസ് ഏജൻസികൾ ഓരോ ദിവസവും വൈകുന്നേരം 4 മുൻപ് സപ്ലൈ ഓഫീസിൽ അറിയിക്കണം. ഗ്യാസ് ഏജൻസിയിൽ നിന്നും ഒരിക്കൽ ഗ്യാസ് എടുത്ത ശേഷം ബുക്ക് ചെയ്തവരിൽ നിന്നും മാത്രം ഏറ്റവും കൂടുതൽ ദിവസം കാത്തിരിക്കേണ്ടി വരുന്നവരുടെ ഇടവട്ടി പ്രണവം ലൈബ്രറി, കുടുംബശ്രീ, അംഗൻവാടി, തൊടുപുഴ ഫാർമേഴ്സ് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി വാരാഘോഷം നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളുടെയും ശിശുമരം പദ്ധതിയുടെയും സമ്പൂർണ്ണ ജൈവ പച്ചക്കറി ഗ്രാമം, കളിച്ചപ്പ് വിതരണം എന്നിവയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫിയ ബഷീർ നിർവഹിച്ചു. നമുക്കറിയാം, സാമൂഹ്യക്ഷേമ വകുപ്പ് കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ളവർക്ക് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ കുട്ടികൾക്ക് മാതൃകയാക്കി ചെറുപ്പകാലം തൊട്ടേ മാതൃകയാക്കി കൊടുക്കേണ്ട ഒരു ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഇടുക്കി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ 1ഉം 2ഉം സ്ഥാനം ലഭിച്ച തൊഴിലാളികളുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം നടത്തി. ഏറ്റവും അധികം ബോണസ് വാങ്ങിയ തൊഴിലാളികളെ ചടങ്ങിൽ അനുമോദിച്ചു. KP ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. S ഗോവിന്ദൻ പോറ്റി, PJ അലക്സാണ്ടർ, VA ജമാൽ മുഹമ്മദ്, TR സോമൻ, K സലീംകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. അന്തസ്സായി കുടുംബം പോറ്റുകയും കുടുംബത്തിൽ തന്നെ മക്കളും ഭാര്യയും കുടുംബാംഗങ്ങളുമെല്ലാം നല്ല നിലയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ തൊഴിലാളികളും കുടുംബാംഗങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുക. പ്രിയപ്പെട്ട സഖാക്കൾ അറിയാൻ വേണ്ടി പറയാണ്, നമ്മുടെ ചുമട്ട് തൊഴിലാളികളുടെ ഇടയിൽ കുട്ടികൾ ഡോക്ടർമാരായി ഇപ്പൊ പഠിക്കുന്നുണ്ട്. നിരവധി സഖാക്കളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കുട്ടികൾ എഞ്ചിനീയർമാരാണ്. കാളിയാറിൽ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം അമർച്ച ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന കാളിയാർ പോലീസ് നടപടിക്കെതിരെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ വണ്ണപ്പുറം പഞ്ചായത്തിൽ കാളിയാർ എന്ന സ്ഥലത്ത് അവിടെ തുടരെ ഉണ്ടാകുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിനെതിരെ കാളിയാറ്റിലൊരു ആക്ഷൻ കൗൺസിൽ രൂപം കൊടുക്കുകയും ആ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഈ വരുന്ന 8/10/2012 തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷൻ മാർച്ച് വെച്ചിട്ടുള്ളതാണ്. ഈ സംഭവത്തിന് അടിസ്ഥാനമായ കാരണം കാളിയാറ് തന്നെ പോലീസ് സ്റ്റേഷനോട് തൊട്ട് ചേർന്ന് താമസിക്കുന്ന തീയാട്ടയിൽ നാരായണൻ ചേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹം നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തുടർച്ചയായി തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ കരിയർ ഗൈഡൻസ് സെമിനാർ നടത്തി. +1, +2 വിദ്യാർത്ഥികൾക്കായാണ് സെമിനാർ സംഘടിപ്പിച്ചത്.
കരിയർ ഗുരു ഗ്രൂപ്പിലെ ക്യാപ്റ്റൻ സോജൻ, പമീല, വാട്സൺ എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോസ് ചേറ്റൂർ അധ്യക്ഷത വഹിച്ചു. ഇതൊരു ഇനീഷ്യേറ്റീവാണ്. സോ ഐ താങ്ക് ദി സ്കൂൾ ഫോർ ദിസ്, ദി പ്രിൻസിപ്പൽ ഓഫ് ദി സ്കൂൾ ഫാദർ ജോസ് ഫോർ allowing us to actually give this presentation. ഇങ്ങനെയുള്ള അനേക ഇനീഷ്യേറ്റീവുകൾ നടന്ന് നമ്മളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജനറേഷനുള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള ഒത്തിരി അവയർനെസ്സും ഇതിനെപ്പറ്റിയുള്ള എക്സ്പോഷേഴ്സിനെ പറ്റിയെല്ലാം അറിഞ്ഞതിന് ശേഷം then only you can actually get to know about what is happening in the world, what preparation you need. തൊടുപുഴ അർബൻ സഹകരണ ബാങ്കിന്റെ 10ാമത് ശാഖ പെരുമ്പള്ളിച്ചിറയിൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ അർബൻ സഹകരണ ബാങ്കിന്റെ 10ാമത് ശാഖ ഈ മാസം 5-ാം തീയതി പെരുമ്പള്ളിച്ചിറയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. തൊടുപുഴ അർബൻ സഹകരണ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ട് 90 വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 2012-13 നവതി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കണമെന്നാണ്. തൊടുപുഴ പാലാ റോഡിലെ കൊടും വളവിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് കോൺവെക്സ് മിറർ സ്ഥാപിച്ചു. മറുദിശയിൽ നിന്നും വാഹനങ്ങൾ വരുന്നത് കാണുവാൻ സാധിക്കുന്ന കണ്ണാടി സ്ഥാപിച്ചത് നീതിവേദിയുടെയും ആൽഫ ഡ്രൈവിംഗ് സ്കൂളിന്റെയും നേതൃത്വത്തിലാണ്. തൊടുപുഴ ജോയിന്റ് RTO CS ഡേവിഡ് ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുജന സേവനം എന്ന് വേണമെങ്കിൽ ഇപ്പോൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയെ നമുക്ക് പറയാം. അവർ മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃകയാകുന്ന രീതി ചെയ്തതിന് അവരെ അഭിനന്ദിക്കുന്നു. കാരണം ഇത് റോഡ് അപകടങ്ങളെ കുറയ്ക്കാൻ വേണ്ടി എല്ലാവരും വളരെയധികം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരങ്ങളിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ അതിനെ വളരെ. മണക്കാട് ദേശസേവിനി വായനശാല കെട്ടിടത്തോടനുബന്ധിച്ചുള്ള വായനാമുറിയുടെ ഉദ്ഘാടനം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KM ബാബു നിർവഹിച്ചു. നമ്മുടെ കേരള സമൂഹം ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്ന് പഴമക്കാർക്കെല്ലാം അറിയാം. ഇവിടെ ശ്രീരാമൻ സാറ് ജനിച്ച വർഷമാണ് വായനശാല രൂപം കൊള്ളുന്നത് എന്നോട് സൂചിപ്പിച്ചപ്പോൾ വായനശാലയുടെ പഴക്കം തന്നെ നമുക്കറിയാം. വളരെ പഴക്കമുള്ള ആളുകൾക്ക് അന്നത്തെ സാമൂഹിക സ്ഥിതിയെ സംബന്ധിച്ച് അറിയാവുന്നതാണ്. അത് മാറ്റിയെടുക്കുന്നതിൽ ഈ ഗ്രന്ഥശാലകൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് എന്ന് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അറിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് നിലനിന്നിരുന്ന ഫ്യൂജി ഗംഗ സൂര്യ ഫെസ്റ്റിവലിന് ഒക്ടോബർ 4-ാം തീയതി വ്യാഴാഴ്ച തൊടുപുഴയിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴയിൽ തുടർച്ചയായ 3ാമത്തെ വർഷം ആരംഭിക്കുന്ന സൂര്യ ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നമ്മൾ നാളെ ഇത് ആരംഭിക്കുകയാണ്. ഇത്തവണ നമ്മൾ ഇതിന് വേദി ഒരുക്കിയിരിക്കുന്ന ഒളമറ്റത്താണ്. അവിടെ വളരെ വിശാലമായ പാർക്കിംഗ് സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഇത്തവണ നമ്മളിതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ വർഷത്തെ സൂര്യ ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 5 ദിവസവും വളരെ പ്രഗത്ഭരായ, കഴിഞ്ഞ മുൻ വർഷങ്ങളിലുണ്ടായിരുന്നത് പോലെ തന്നെ വളരെ പ്രഗത്ഭരായ കോടതി ഉത്തരവിനെ തുടർന്ന് 24 ദിവസത്തോളമായി തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ ഓട്ടം നിർത്തിക്കിടന്നിരുന്ന ഹോളി ഫാമിലി ബസ് സർവീസ് പുനരാരംഭിച്ചെങ്കിലും തൊഴിലാളികൾ വീണ്ടും തടഞ്ഞു. സമരം നടത്തിയ ജീവനക്കാരെ വെച്ചു തന്നെ ബസ് സർവീസ് നടത്തണമെന്നായിരുന്നു തൊഴിലാളി യൂണിയന്റെ ആവശ്യം. കോടതി ഉത്തരവുണ്ടായിട്ടും ബസ് സർവീസ് നടത്തുന്നതിന് സൗകര്യമൊരുക്കുവാൻ പോലീസിനും കഴിഞ്ഞില്ല. ബസ് ജീവനക്കാർ എന്ന പേരിൽ ഒരു കൂട്ടം ആളുകൾ തൊടുപുഴയിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും ആക്ഷേപമുണ്ട്. കോടതിക്കും വിലയില്ലെങ്കിൽ ഇവിടെ എങ്ങനെ നീതി നടപ്പാക്കുമെന്നാണ് യാത്രക്കാരുടെ ചോദ്യം. കോടതി വിധി നടപ്പിലാക്കുവാൻ അനുവദിക്കാത്ത തൊഴിലാളികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ പോലീസ് തയ്യാറായാൽ യൂണിയന്റെ പേരിൽ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ ഒരു സംഘം ആളുകൾ നടത്തുന്ന നിയമലംഘനങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വണ്ടി സർവീസ് ചെയ്യാൻ അത് 2000 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഓർഡർ അനുസരിച്ച് വണ്ടി